ഇസ്ലാം ആദർശം, സംസ്കാരം, സമാധാനം എന്നതാണ് ഇന്ന് നാം സംഘടിപ്പിക്കുന്ന ഈ ബഹുജന സംഗമത്തിൻ്റെ ക്യാപ്ഷൻ. ഇസ്ലാമിക ആദർശത്തിൻ്റെ അടിത്തറയും അസ്ഥിവാരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ വിശ്വാസം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ വചനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മഹത്തായ പ്രപഞ്ചത്തെക്കാളും മൂല്യവത്തായ ആശയവും ആദർശവും ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ വചനമാണത് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ലോകത്താഗതരായ സകലമാന പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തിരുന്ന ആദർശ സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് ആഗതരായ എല്ലാ അംബിയ മുർസലുകളും ലോകത്തോട് പ്രഖ്യാപിച്ച സന്ദേശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കലിമയെ, ഈ ഉത്തമ വചനത്തെ വളരെ മനോഹരമായി നമുക്ക് ഒരു വൃക്ഷത്തോട് ഉദാഹരിച്ചു തരുന്നുണ്ട്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപമയെ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉത്തമ വചനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഉത്തമ വൃക്ഷത്തെ പോലെയാണെന്നാണ്. അസ്ലുഹാ സാബിത്ത്, അതിൻ്റെ മുരട് ഉറച്ചതാണ്, അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥവും പ്രവാചക തിരുമേനിയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഹൃദയാന്തരാളത്തിൽ രൂഢമൂലമായിട്ടുള്ള ഈ ആദർശം ഈമാനിലൂടെ, തഖ്വയിലൂടെ, ഇഖ്ലാസിലൂടെ, ഹൃദയഭക്തിയിലൂടെ അത് മനസ്സിൽ ഉറച്ചു നിന്നാൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ച് വീശിയാലും ഈ ഉത്തമ വചനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വാസിയെ തകർക്കാനോ തളർത്താനോ കഴിയുകയില്ല. ആ വൃക്ഷം ഒരിക്കലും കടപുഴകി വീഴുകയില്ല. എത്ര വലിയ മലവെള്ളപ്പാച്ചിലുകൾ ഒലിച്ചു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും കരുത്തും അതിനുണ്ടാകും. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയുമൊക്കെ തരണം ചെയ്യാനുള്ള ആദർശപരമായ കരുത്ത് അത് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഓരോ വ്യക്തിക്കും നേടാനാകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അതിന് ശേഷമാണ് ഈ ആദർശം പഠിപ്പിച്ചു തരുന്ന സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. വഫറുഹാ ഫിസ്സമാ, ഈ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ അത് ആകാശത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് എന്നാണ്. ഈ വിശുദ്ധമായ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക്, തന്നിലേക്ക്, സ്വന്തം താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങിക്കൂടാൻ ഒരിക്കലും കഴിയുകയില്ല. അവൻ ജീവിക്കുന്ന പരിസരത്തിലും അവൻ്റെ നാട്ടിലും അവൻ്റെ സമൂഹത്തിലും
തൻ്റെ എല്ലാ സംസ്കാരവും സ്വഭാവവും ശീലവും അത് പടർത്തുന്നവനും പ്രസരിപ്പിക്കുന്നവനുമായിരിക്കും എന്നതാണ്. വഫറുഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഈ വൃക്ഷം, അതിൻ്റെ ഫലം, അതിൻ്റെ കായ്ക്കനികൾ എല്ലാ സമയത്തും അത് നിർലോഭം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഏത് ഫലം കായ്ക്കുന്ന വൃക്ഷമായാലും അത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു, അത് പൂക്കുന്നു, പൂവിൽ നിന്ന് സുഗന്ധങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ആ പൂക്കളിലെ പൂന്തേനും തളിരുമെല്ലാം തന്നെ നുകരാൻ വേണ്ടി ചെറുപ്രാണികളും തേനീച്ചകളും ശലഭങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടുന്നു. ആ വൃക്ഷം സ്വയം വെയിലേറ്റുകൊണ്ട് അതിൻ്റെ കീഴിൽ വിശ്രമിക്കുന്ന ആളുകൾക്ക് തണലേകുന്നു. ഇതാണ് ശരിക്ക് ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടാകേണ്ട സംസ്കാരമെന്ന മനോഹരമായ ഒരു ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വിശദീകരിച്ചു തരുന്നത്. ഒരു വൃക്ഷത്തിലേക്ക് നോക്കൂ നിങ്ങൾ, അവിടെ കിളികളെയും പക്ഷികളെയും പറവകളെയും കാണാം. അവരുടെ താമസകേന്ദ്രമായി അത് മാറുന്നു. അവ അവിടെ കൂടുകൂട്ടുന്നു. ഏതൊക്കെ ജീവികൾ അവിടെ ചേക്കേറുന്നുവോ അവർക്കൊക്കെ അത് അഭയം നൽകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ഉത്തമമായ വചനം, ഈ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം മാത്രമല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യം കൂടി അവൻ ശ്രദ്ധിക്കുന്നു. പരോപകാര തൽപരത അവൻ്റെ ജീവിതത്തിൻ്റെ സംസ്കാരവും ശൈലിയും രീതിയും മാറുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. നമുക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സഹജീവികളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും അവർ വ്യാപൃതരാവുക എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുഅതി ഉകുലഹാ കുല്ലഹീൻ, എല്ലാ കാലത്തും അത് ഫലം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. എല്ലാ കാലത്തും ഫലം നൽകുന്ന വൃക്ഷങ്ങളെ അധികമൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു ഉപമിച്ച ഈ വൃക്ഷത്തിൻ്റെ സവിശേഷതയും പ്രത്യേകതയും എല്ലാ കാലത്തും അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവനുള്ള കാലം അത്രയും തൻ്റെ ഈ ആദർശം അത് പണയം വെക്കാതെ അത് വിശുദ്ധമാക്കി നിഷ്കളങ്കമാക്കി അവൻ കൊണ്ടു നടക്കുന്ന കാലം അത്രയും അവൻ മറ്റുള്ളവർക്ക് ഉപകാരവും പ്രയോജനവും നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. രാവും പകലുമില്ലാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയെ മറ്റൊരിക്കൽ ഉപമിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചതെങ്കിൽ പ്രവാചകൻ ഒരു വിശ്വാസിയെ ഉപമിച്ചത് മസലുൽ മുഅ്മിൻ മസലുൻ നഹ്ല എന്നാണ്. ഒരു വിശ്വാസിയുടെ ഉപമ ഒരു തേനീച്ചയെപ്പോലെയാണ്. ലാ തഅകുലു ഇല്ലാ ത്വയ്യിബ വലാ തലഉ ഇല്ലാ ത്വയ്യിബ. നല്ലതല്ലാതെ അത് ഭക്ഷിക്കുകയില്ല, നല്ലതിനെയല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുകയില്ല എന്നാണ്. ഈ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലത് കഴിക്കുന്നു, നല്ലതിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു തേനീച്ചയെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ ആദർശം, വിശ്വാസം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പ്രചോദനത്താൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും അവരുടെ സമാധാനത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും അവരെ ചേർത്ത് പിടിക്കുന്നതിനും അവർക്ക് അഭയം നൽകുന്നതിനും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടിയാകണമെന്ന ഒരു മഹനീയമായ സന്ദേശമാണ് ഈ ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു തേനീച്ച ഒരു പൂവിൽ തേൻ കുടിക്കാനിരിക്കുകയാണെങ്കിൽ വൈദാ വഖഅത് അലാ ദുഊദിൻ ലം തുക്സിറുഹു, ചെന്നിറങ്ങുന്ന ചെറു ചില്ലകൾക്ക് പോലും
ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ വിശുദ്ധമായ തേൻ നുകർന്നുകൊണ്ട്, അത് ഈ പൂമ്പൊടിയും തേനും നുകർന്നുകൊണ്ട് ചികിത്സ നൽകുന്ന, ശമനം നൽകുന്ന, വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്ന സംശുദ്ധമായ തേനിനെ അത് ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് അതിൻ്റെ പ്രബോധനത്തിനായി, അതിൻ്റെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ദഅവാ സംഘം എന്ന നിലക്ക് ഈ ആദർശ വിശുദ്ധി നമ്മൾ വളരെ പരമപ്രധാനമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്ക് കലരാത്ത, അന്ധവിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളും കടന്നുകൂടാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളുമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സഹവർത്തിത്വത്തിൻ്റെ, സഹകരണത്തിൻ്റെ പ്രചാരകരായി, പ്രബോധകരായി, അതിൻ്റെ പ്രയോക്താക്കളായി മുന്നോട്ട് പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ നേതാക്കളെയും പണ്ഡിതന്മാരെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.